വ്യായാമ ഭാഗമായി എല്ലാ ദിവസവും പതിവ് നടത്താൻ ഞാൻ തുടർന്നിരുന്നു. നടപ്പു കഴിഞ്ഞു ഞാൻ വീട്ടിലേക്കെത്തുമ്പോൾ വീടിൻ്റെ പിന്നിലായി കാക്ക ശബ്ദം. ആകപ്പാടെന്തോന്നോ കണ്ടിട്ട കാക്കകൾ വല്ലാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. ഓടിക്കിതച്ചു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ വീണുകിടക്കുന്നു പാവമണ്ണാൻ. എന്നെ കണ്ടിട്ടവൻ പരിഭ്രമഭാവത്തിൽ വല്ലാതെ തന്നെ തുറിച്ചു നോക്കി. ഓടുവാനുള്ളൊരു ഭാവമുണ്ടെങ്കിലും പാവത്തിൻ കൈകാൽ ചലിക്കുന്നില്ല. അവനെന്നെ കടിക്കുമോ എന്ന ഭയത്തിനാൽ കയ്യാൽ തൊടുവാനായി പേടി തോന്നി. എങ്കിലും പാവത്തിൻ സങ്കടം കണ്ടിട്ട് കോരിയെടുത്തു ഞാൻ കയ്യിലേന്തി. കൈകാൽ വിറയലും ചുണ്ടിൽ തുടിപ്പുമായി ആകെയും ഞാനങ്ങ് സ്തബ്ധനായി. മെല്ലെ നടന്നു ഞാൻ പാവമാമണ്ണാന് വീട്ടിൻ വരാന്തയിൽ കൊണ്ടിരുത്തി. വീട്ടിലെ പാലിൻ്റെ പാത്രത്തിൽ നിന്നു ഞാൻ പാലൽപ്പം ചുണ്ടിലേക്കുറ്റു നൽകി. പേടിച്ചാണെങ്കിലും കുടിച്ചുകൊണ്ടവനെന്നെ സ്നേഹത്തിൻ മിഴികളാൽ വീണ്ടും നോക്കി. ആത്തിയാൽ പാവമാ പാലെല്ലാം കുടിച്ചപ്പോൾ കൈകാൽ വിറയൽ നിലച്ചു വേഗം. ശേഷമാ പാവത്തിൻ വായിലെ കൽപ്പമായി വാഴപ്പഴവും ഞാൻ നുള്ളി നൽകി. ഇത്രയുമായപ്പോൾ ആകെ അവനൊരു ഉന്മേഷവാനായി എനിക്കു തോന്നി. വീട്ടിൻ്റെ ഉള്ളിലെ അലമാരയിൽ നിന്നും മുറിവെണ്ണ കുപ്പി ഞാൻ പുറത്തെടുത്തു. മെല്ലെ തുറന്നു ഞാൻ മുറിവെണ്ണ ഔഷധം അവനുടെ മേനിയിൽ ആകത്തേച്ചു. മുമ്പെങ്ങോ വാങ്ങിയ കൂടുവിധാനിച്ച് മെത്തയും പുതപ്പുമായി ശയ്യ നൽകി. 2 നാളങ്ങനെ ചികിത്സ തുടർന്നപ്പോൾ അവശത ആകെയും മാറിക്കിട്ടി. വീട്ടിലെ കാര്യങ്ങൾ എല്ലാമേ കേട്ടപ്പോൾ എൻ കണ്ണ് താനേ നിറഞ്ഞുപോയി. ആദ്യ പ്രസവത്തിലുണ്ടായ കുട്ടിയോ അവനിപ്പോ ഞങ്ങളെ നോക്കാറില്ല. 2ാം പ്രസവത്തിൽ ഉണ്ടായ കുട്ടിയും കുടുംബത്തിൽ ഞാനെന്ന് അവളും മാത്രം. മുലകുടി മാറാത്ത കുഞ്ഞിന് കൂട്ടായി അവളിപ്പോൾ പുറത്തെങ്ങും പോകാറില്ല. എനിക്കും അവൾക്കുമായി ഭക്ഷണം തേടുവാൻ ഞാനെന്നും പുറത്തേക്കായി പോയിരുന്നു. കാറ്റിൻ്റെ ശക്തിയാൽ ആടിയുലഞ്ഞപ്പോൾ മാഞ്ചില്ലയിൽ നിന്നും താഴെ വീണു. കിടന്നിതായേതാനും നാളുകൾ വീട്ടിലെ കാര്യത്തിൽ സങ്കടവും. പോകുവാനുള്ളൊരു വെമ്പലിൽ അവനെ ഞാൻ തഴുകിത്തലോടിച്ച് യാത്രയാക്കി. നന്ദി സ്മരണകൾ എല്ലാം ചേർന്നിട്ടാകും അവനാകെ പൊട്ടിക്കരഞ്ഞുപോയി. പോകുമ്പോൾ ഭാര്യയ്ക്കായി പ്രത്യേക ഭക്ഷണം വാഴയിലയിൽ ഞാൻ പൊതിഞ്ഞു നൽകി. ഏതാനും ദിവസങ്ങൾ കഴിയും മുൻപേ അവൻ കുടുംബവുമായെൻ്റെ വീട്ടിലെത്തി. ആതിഥ്യമര്യാദയെല്ലാം കൊടുത്തു ഞാൻ കുടുംബത്തിനൊപ്പം വിരുന്നു നൽകി. പോകും മുമ്പ് അവർ 2 നമസ്കാരം കൈകളാൽ എനിക്കായി അവർ 2 കൂപ്പി നൽകി. ഉരിയാടാൻ പറ്റാത്ത ജീവിയാണെങ്കിലും മനുഷ്യരെക്കാളേറെ ഭേദമല്ലേ.
നന്ദി പ്രകടനം ഒക്കെയും കണ്ടിട്ട് ഞങ്ങളും ആകെ തരിച്ചുപോയി. ജീവിതപാതയിൽ നാം എന്നും ഓർക്കണം സഹജീവികളോടുള്ള കാരുണ്യഹസ്തം.